ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ഫോർമാലിറ്റി ചോദിക്കുന്നത് നിങ്ങളുടെ വിശേഷം മറുപടിക്ക് വേണ്ടിയല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് ആയിപ്പോയതാണല്ലോ. ഹായ്, ഹൗ ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? എന്നിപ്പോൾ ഇവിടെ പേര് അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഫ്ലോയിൽ അറിയാണ്ട് പറഞ്ഞു പോകും. പക്ഷെ നല്ല വിശേഷം ഉണ്ടെങ്കിൽ കേൾക്കാൻ നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷെ എനിവേ, ഞാൻ എന്തായിരുന്നു പറയാൻ ഉദ്ദേശം? ഞാൻ പറയാൻ വേണ്ടി വന്ന് വേറൊരു ടോപ്പിക്കായിരുന്നു കേരളത്തിലുള്ള. അപ്പോൾ ആ ടോപ്പിക്ക് പറഞ്ഞ് വെറുതെ പ്രശ്നമാവണ്ട. കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ടോപ്പിക്കാ. പക്ഷെ അതെന്തിനാ പറയേണ്ട ആവശ്യം? നമുക്ക് അങ്ങനെ സംസാരിച്ച് നമ്മളിത് നമ്മൾ അങ്ങനെ സംസാരിച്ച് ആൾക്കാരെ നമുക്ക് വ്യൂസ് കിട്ടണ്ട, അല്ലെങ്കിൽ വൈറലാവണ്ട, അല്ലെങ്കിൽ ശ്രദ്ധ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ തെറ്റൊന്നുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ അത് പറയാൻ വേണ്ടി പോകുന്നു പറയുന്നു. മുമ്പുള്ളവരൊക്കെ എന്താ വേണ്ടേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണല്ലോ ഒന്ന് ഇതായി എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു അതിന് ഓക്കെ ഇന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങോട്ട് ഓക്കെ എന്ന് പറയുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ശരിയാ, എന്തിനാ? പക്ഷെ അത് നല്ലൊരു ടോപ്പിക് ആയിരുന്നു, ലൈക്ക് ആൾക്കാർ കേൾക്കേണ്ടതായിരുന്നു. ബട്ട് anyway, that's a completely unrelated topic which I'm going to say now. So എനിക്കിപ്പം പറയാനുള്ളത് മറ്റേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാട്ടോ. സത്യമായിട്ട് ഞാനത് ഇതിനു മുമ്പും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ ഓക്കെ വേണ്ട, വായ് എന്നല്ല. ഓക്കെ, എൻ്റെ ആവശ്യമുണ്ടോ? ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. എല്ലാവർക്കും അറിയുന്നതല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാത്തതാണോ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഇപ്പം ഏതായാലും എനിക്കേതായാലും പറയാൻ വേണ്ടി തോന്നി. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് സംതിങ് എന്തോ പാകിസ്ഥാൻ, ഐ തിങ്ക് ജനറൽ അല്ല, വേറെ ഏതോ പൊസിഷനുള്ള ആൾ പറഞ്ഞു 24 തൊട്ട് 36 മണിക്കൂറിനുള്ളിൽ സംതിങ് അറ്റാക്ക് ഇന്ത്യ ചെയ്യുമെന്ന് പറയുന്നു. അയാൾ തിരിച്ച് ന്യൂക്ലിയർ ഇതാക്കുമെന്ന് പറയുന്നു. ബംഗ്ലാദേശ് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്താൽ ബംഗ്ലാദേശ് ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയുന്നു, വിത്ത് ദ സപ്പോർട്ട് ഓഫ് ചൈന. That's a big thing, eh? സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സംഭവിക്കുന്നത്. ലൈക്ക്, is it all part of politics? The attack, yes. Prayers and silence for the people who is dead. But I have grammar ചെറിയ മിസ്റ്റേക്ക് വെച്ചിരിക്കും, ക്ഷമിക്കുക. ഇപ്പോൾ ഏർലി മോർണിംഗ്, ഞാൻ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു. എനിക്ക് 10 മണി തൊട്ട് രാവിലെ 9 മണി വരെ പണിയുണ്ടായിരുന്നു. രാത്രി 10 മണി രാവിലെ 9 മണി വരെ പണി കഴിഞ്ഞു. ഇപ്പം എന്താ സമയം? 10:15. പണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാത്തതുകൊണ്ടെന്നല്ല, പക്ഷെ അതിന് മുമ്പ് വൈകുന്നേരം ഞാൻ വൃത്തി ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഗ്രാമർ കുറച്ച് വ്യത്യാസമുണ്ടോ ക്ഷമിക്കുക. അപ്പം എനിക്ക് പറയാൻ വേണ്ടി അങ്ങനെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഡൺ. പക്ഷെ ഇതിന് മുമ്പ് ഇങ്ങനത്തുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ പുൽവാമ അറ്റാക്ക്. അതല്ലായിരുന്നോ? അറിയില്ല. ഓക്കെ, നമ്മുടെ ഈ മിലിറ്ററിക്കാരെ ബസ്സിൻ്റെ അകത്ത് ആക്രമിച്ച്, കാരണം അങ്ങനെ സംഭവം നടന്ന ഓർമ്മയുണ്ടോ? പക്ഷെ അതും ഭയങ്കര ഇന്റലിജൻസ് വീഴ്ചയല്ലായിരുന്നോ? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? ഇതിനകത്ത് ഈ ടെററിസ്റ്റിന്റെ കാര്യം, ലൈക്ക് എന്താ ഈ അറ്റാക്ക് നടന്നത് ഇപ്പൊ കാശ്മീരിലുണ്ടായിരുന്നെ, അവര് പാകിസ്ഥാനി സിറ്റിസൺസ് അല്ലെ അവരുണ്ടെന്ന് അറിയുന്നു. ആ സ്ഥലത്തുള്ള ആൾക്കാരെ ഹെൽപ്പ് ആക്കാൻ വേണ്ടി ഉണ്ടെന്ന് പറയുന്നു. നാട്ടുകാർ മൊത്തം ഹെൽപ്പ് ആക്കാനുണ്ടെന്ന് പറയപ്പെടുന്നു. Then asking for the person, the name, those kind of stuffs, and they didn't believe one thing and remove the pants and checked and then confirmed the religion and showed him. Okay, so I have a doubt, like Pulwama attack, അതല്ലായിരുന്നോ മിലിറ്ററിക്കാരത് തോന്നേ? അത് നമ്മുടെ എലക്ഷന്റെ തൊട്ട് മുമ്പ് അത് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ഇതാകുന്നത് ആ ഇലക്ഷന് തൊട്ട് മുമ്പായിരുന്നു. ഓക്കെ, തിരിച്ചു നടത്തുന്നു. ഗുഡ്. അപ്പൊ ഇപ്പോ ഒരു അക്രമം നടത്തുന്നു, പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ഇറ്റ്സ് ഇൻ കാശ്മീർ. ആർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞു. അത്രയ്ക്ക് ചെക്കിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഓക്കെ, അത്രയ്ക്ക് ചെക്കിങ്ങും എല്ലാം നല്ല വൃത്തിയും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ആൾക്കാർ വരുന്നു,
തോക്കുണ്ട്, ആയുധധാരികൾ, അത്രയ്ക്കും ആൾക്കാരുണ്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ലോക്കൽസ് എന്ന് പറയപ്പെടുന്നു. അപ്പം ഇതിനെക്കുറിച്ച് ഒരു അറിവും ആർക്കും ഇല്ലെന്നാണ് പറയുന്നത്. ലൈക്ക് ഇന്ത്യത്തെ കുറേ പേരുടെ മെസ്സേജും ഇതൊക്കെ കണ്ടായിരുന്നു. ലൈക്ക് മോദിയുടെ ഗുജറാത്തിലല്ല, വേർ വാസ് ബീഹാർ, എവിടെ സംസാരിക്കുമ്പം മോദി ഒരു സംതിങ് പറഞ്ഞു. അപ്പോൾ അത് വേറെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നവർ ഇതിന്റെ അർത്ഥം പല രാജ്യങ്ങളിലുള്ള സ്ലീപ്പർ സെൽസിനെ ഉണർത്തുന്നതാണ്, അവർക്കൊരു പെർമിഷൻ കൊടുക്കുന്നതാണ്. ഞാൻ എവിടെയോ അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല രാജ്യങ്ങളിലും ഇങ്ങനെ സ്ലീപ്പർ സെൽസ് അല്ലെ സംതിങ് ഇങ്ങനെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നില്ലേ കാശ്മീരിന്റെ അകത്ത് സിറ്റിസൺസ് ആയിട്ടും അങ്ങനെ ആയിട്ടും ഇപ്പോൾ ലൈക്ക് എക്സ്ട്രീം ലൈക്ക് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയപ്പെടുന്ന പാർട്ടീൻ്റെ അകത്ത് ഈ ഗവൺമെന്റ് ഓരോ ഇൻഫിൽട്രേഷൻ ഇങ്ങനെ വെക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈക്ക് രഹസ്യ ആസ് എ നോർമൽ പേഴ്സൺ, ആസ് എ നോർമൽ മെമ്പർ, ബട്ട് കൂടെ ഗവൺമെന്റിന്റെ അടുത്ത് എല്ലാം വൃത്തിയായിരിക്കുന്നു. പക്ഷെ അങ്ങനത്തെ സാധ്യത പോകുന്നു, അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അഫ്കോഴ്സ് there will be. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു ആ സ്ഥലത്ത്? ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? I don't know. വഖഫ് ബില്ല് വന്നു. അപ്പോൾ അതിപ്പം അതിന് സംസാരിക്കുന്നു, അത് കളഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എന്താ പറഞ്ഞേ, ആ ബില്ല് ഇപ്പോൾ എടുത്ത് കളഞ്ഞല്ല. ഓക്കെ, അപ്പം അതിപ്പോൾ സംതിങ് ഇപ്പോൾ സ്റ്റോപ്പ് ആയിട്ടിരിക്കുവാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ സമയത്ത് ബാക്കിയുള്ളവരെ പ്രശ്നമാക്കുന്ന സമയത്ത് എ കാശ്മീർ അറ്റാക്ക്. Oh yeah, Modi and he's planning an attack. Complete annihilation of Pakistan. Plan, okay, Navy, Yuddha, the Navy ship going over there, okay, 2-3 days, rolling around, the status, the story, boom, boom, everything's going around. Oh, then again, okay, army car, Pakistan ബോർഡിലേക്ക് നടക്കുന്നു. Again, കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. Okay, പ്രൊമോഷൻ. ഇന്ത്യയെല്ലാം തീർത്ത് കളയും, കളിയാക്കുന്നല്ലേ സംതിങ് സീരിയസ്ലി. ഓക്കെ, അങ്ങനെ സംഭവിക്കുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അവിടുന്ന് ഓക്കെ ഇത് 34-40 മണിക്കൂർ അറ്റാക്ക് വരും, അവിടുന്ന് കുറച്ച് പേര് ഇങ്ങോട്ട്. I don't know guys, is it something else that's happening? താങ്കൾക്ക് തോന്നുന്നില്ലോ? താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾക്കോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആരുമില്ലേ? ഇത് ഞാൻ മാത്രമാണ് ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകുന്നേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ CAA അല്ല, ഓക്കെ, നമ്മുടെ ഇന്ത്യൻസ് അല്ലാത്ത ഇതിന് മുമ്പൊരു സംതിങ് ഉണ്ടായിരുന്നില്ലേ? എടാ എന്തായിരുന്നു ആ ബില്ലിന്റെ പേര്? കുറേ പേര് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന ഇവരുടെ നമ്മുടെ ജനറേഷൻ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്കാരാണ് തെളിയിക്കുന്ന സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞേ. I forgot the name, but I know you know it. So ആ സാധനം കൊണ്ടുവരുന്നു, എല്ലാവരും എതിർപ്പ് നടത്തുന്നു. എന്നിട്ട് കുറേ ലൈക്ക് ബംഗ്ലാദേശികൾ അവരെയൊക്കെ ഇങ്ങനെ പോകുന്നു എന്ന് പറയുന്നു. പിന്നെ ഇവിടെ ഇല്ലാത്ത ഫസ്റ്റ്, എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ പേരിൽ അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഉള്ളതായിട്ട് കിട്ടിയ സിറ്റിസൺ കിട്ടിയ ഒരാൾ കേരളത്തിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് സിറ്റിസൺ ആയത് ആ ബില്ലിലൂടെ. അങ്ങനെ കുറേ പേരെ പുറത്താക്കിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ ആ വഖഫിൻ്റെ അത് കഴിഞ്ഞ് ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്ന സാധനം കഴിഞ്ഞു. ഇപ്പോൾ ഇത് പോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും ഇതിനെതിരെ പ്രതിരോധിച്ച് എല്ലാവരും പ്ലാനിങ്ങിലൂടെ നമ്മൾ സമരത്തിനും എല്ലായിടത്തും ഇങ്ങനെ പോവാറില്ലേ, അതേപോലെ എല്ലാം ഇങ്ങനെ ആ വഖഫിൽ അത് തെറ്റാണെന്ന് പറഞ്ഞ് ഇസ്ലാമിക സമൂഹം എല്ലാം ഒരുമിച്ച് കൂടി നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ബും അറ്റാക്ക്. Have you thought about that? Attack Kashmir, boom. Pakistan, terrorists, that religion. And ask the religion of the person who they're going to attack, confirming. So, ഇങ്ങനെ ഇപ്പം കാശ്മീരിൽ കൊന്നത് ഒരു ടെററിസ്റ്റ് എന്താ രീതിയിൽ അവരെ ചിന്തിക്കുമ്പം ഓക്കെ, ഹൈന്ദവരുണ്ടായിരുന്നു, ക്രൈസ്തവനുണ്ടായിരുന്നു, അവരെ കൊന്നു. അപ്പം അവർക്കറിയാം
ഇങ്ങനെ ചെയ്ത് അല്ലാണ്ട് ബോംബിട്ട് അല്ല, സാക്രിഫിക്കേഷൻ ഒന്നും അല്ല, ചോദിച്ച് കൺഫേം ആക്കി ഓക്കെ നോട്ട് സുന്നത്ത് ബും, അങ്ങനെയാണ് അവർ ചെയ്തത്. അല്ലാണ്ട് ബും ബോം പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ലൈക്ക് എ ചർച്ച് ഓർ ഹോളി പ്ലേസ് നോ, അവർ അങ്ങനെ മറ്റേ കൺഫേം ആക്കി ചെയ്തത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവിടെ നമ്മളിപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്ത് ശരിക്കും ഇത് വെറും ടെററിസ്റ്റ് അറ്റാക്ക് ഒന്ന് മാത്രം, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഇങ്ങനൊരു സ്ഥലം നശിപ്പിച്ചു ഹെവൻ ഹൂറീസ് നോ, അവർ ചോദ്യങ്ങൾ ചോദിച്ചു, ഒരാളെ വെറുതെ വിട്ടു. ഇതിങ്ങനെയാണ് ചോദിച്ചത്, മോദിയോട് പോയി പറയാൻ. ഒരു സ്ത്രീയെ ഹസ്ബൻഡിനെ കൊന്നിട്ട് നീ നിന്റെ മോദിയോട് പോയി പറയുന്നു പറഞ്ഞു. പറയുന്നു, ഹസ്ബൻഡ് മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു, മനസ്സിലാക്കുന്നു അല്ലെന്ന്, വെടിവെച്ച് കൊല്ലുന്നു. വൈഫിന്റെ അടുത്ത് ഓക്കെ ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ വൈഫ് ഓർ നോട്ട്, സ്ത്രീന്റെ അടുത്ത് പറയുന്നു പോയി മോദിയുടെ അടുത്ത് പറ. വൈ ഡസ് എ ടെററിസ്റ്റ് ഡു ദാറ്റ്? കാരണം അവർക്കറിയാം, അവർക്ക് സ്വന്തം അവരുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് എൻ്റെ സാധനം തൊടല്ലേ, ഐ ഡോണ്ട് ലൈക്ക് ടു ഷെയർ മൈ ഫുഡ് പ്ലീസ്, അത് എൻ്റെ അത് പ്ലീസ് സ്റ്റോപ്പ്. ഓക്കെ, അവർക്കറിയാം ഇന്ത്യയിൽ കുറേ മുസ്ലിംസ് ഉണ്ട്. അപ്പം ഇവർ വന്ന് ഇന്ത്യൻ അകത്തുള്ളവരുണ്ട്, പാകിസ്ഥാനുള്ളവരുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യൻ്റെ അകത്തുള്ള മുസ്ലിംസിനെ നെഗറ്റീവായി ബാധിക്കുന്നേ. ഇങ്ങനത്തെ ടീംസായിട്ട് കൂറുള്ളവർക്കും കൂടി അത് ബാധിക്കും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഇന്ന് അത്രയ്ക്ക് വിവരമില്ലാത്തവരല്ല, അത് നോർമലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ എന്നിട്ടും അവരങ്ങനെ ചെയ്തു. കാരണം സ്വന്തം കൂട്ടർക്ക് പണി കിട്ടും, അല്ലെങ്കിൽ അവര് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് കാരണം ലൈക്ക് ഇത്ര പെർസെൻറ്റേജ് മാത്രമേ അവരുള്ളൂ. അത് കാരണം ലോകം മൊത്തമുള്ള മുസ്ലിംസ് അവർക്ക് ഇതുണ്ട്, എന്താണ് മോശമാണത്, കാരണം ആ റിലീജിയൻ ആയതുകൊണ്ട്. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതും ഇന്ത്യ പോലത്തെ രാജ്യത്ത് നല്ല വൃത്തിയിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കറിയാം ബാക്കിയുള്ള ഇന്ത്യയിലുള്ള മുസ്ലിംസ് പ്രശ്നമാണെന്ന്. എല്ലാവരും എതിർക്കും, പാകിസ്ഥാൻ എതിർക്കും, ഗവൺമെൻറ് തിരിച്ച് നല്ലോണം പ്രതിരോധിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. അപ്പം ആർക്കാ ഇവിടെ മരിച്ചവർക്ക് നഷ്ടം. പക്ഷേ ഇതിൽ എല്ലാത്തിനും ഒരു ലാഭവും നഷ്ടവും, പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഇല്ലേ. അപ്പം ഇങ്ങനെ ഇപ്പം ചെയ്യുമ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു ടോപ്പിക് വെറുതെ ഒരു ബോംബിട്ട് നശിപ്പിച്ചോ ഇതൊന്നും അല്ല എന്ന് ഓർക്കണം. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊല്ലുന്നു. അപ്പം ഇത് ആർക്കെങ്കിലും ഇവിടെ ലാഭമുണ്ടോ? സോ ഇത് ഞാനൊരു വീഡിയോയിലും ഇതൊന്നും കണ്ടില്ല. ഇത് എനിക്ക് തോന്നിയതാണ്, ഇത് ഉറപ്പുള്ള കാര്യമല്ല, ഒന്നുമല്ല. ഇത് എൻ്റെ തോന്നലുകൾ, ഞാൻ ആരെയും ഇതാക്കി പറയുന്നു. ഇതിൽ ആർക്കാണ് ഇവിടെ ലാഭം? ആർക്കാണ് ഇതിൽ കൂടുതൽ ഇപ്പം മണീൻ്റെ ആണെങ്കിലും സപ്പോർട്ടിൻ്റെ ആണെങ്കിലും പവറിൻ്റെ ആണെങ്കിലും ആർക്കിങ്ങനെ കിട്ടും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആർക്കിങ്ങനെ കിട്ടുമെന്ന്? It's not matching, man. Seriously. കാരണം ഇപ്പം അതിനുശേഷം നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ അകത്ത് ഇന്ത്യൻ്റെ അകത്ത് പാകിസ്ഥാൻ കൊടി നിലത്ത് ഭരിക്കുന്നു. ഈസ് ഓഫ് കോഴ്സ് മുസ്ലിംസ് അവർ നിലത്ത് കൊടിയെടുത്ത് മാറ്റുന്നു, അവർക്ക് കൂറണമെന്ന് പറയുന്നു. കേരളത്തിൽ മുസ്ലിം ലീഗ് SDP ഇപ്പോൾ ഉണ്ടോ? ഇല്ല, ബാൻ ചെയ്തോ. PDP PDP SDPI ഓക്കെ മുസ്ലിം ലീഗിൻ്റെ കൂടി അത് വെച്ച് മുകളിൽ ഉള്ള സ്ഥലത്തും ഇവിടെ എല്ലാവരും കൂറെന്ന് പറഞ്ഞ് കാണിക്കുന്നു. പിന്നെ ഓരോരോ ഇന്റർവ്യൂവിൽ വഖഫ് ബിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന എല്ലാം ബും മം ഡൺ, നോ ഇപ്പം ഇതാണ്. ഇതിന് മുമ്പ് എല്ലാം മാറി, സംസാരിക്കുന്നില്ല, എല്ലാം മാറി. ഇപ്പം ഇതിനെക്കുറിച്ച് മാത്രം സംസാരം. കംപ്ലീറ്റ്ലി നമ്മൾ ആ ഒരു ത്രെഡ് ഇങ്ങനെ എടുത്തു മാറ്റി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ലിനെ കുറിച്ച് അതിനെക്കുറിച്ച് ബില്ല് മാത്രമല്ല അങ്ങനെ പലതും ഉണ്ടെന്ന് ഓർക്കണം.
അതിനെക്കുറിച്ച് ഇനി പറഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയ തെറ്റാണ്. ഓഫ് കോഴ്സ് തെറ്റാണെങ്കിൽ തെറ്റ്, ശരിയാണെങ്കിൽ ശരി. ബട്ട് അത് മാറി. If someone who's planning an attack, they will see where, how, when will it beneficial for the people who are attacking your. നമ്മളിപ്പോൾ ഒരു കാര്യം എന്ത് ചെയ്താലും നമുക്കതിൽ ലാഭമുണ്ടോ? ഇത് അത്ര ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഈ കുഞ്ഞി ചിന്തയിൽ നമ്മളറിയാത്ത വേറെ ലാഭങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം നിലവിൽ സംതിങ് ഫിഷി മാൻ. ഐ നോ ദാറ്റ്, യു നോ ദാറ്റ്. പക്ഷെ നിങ്ങളത് പറയില്ല, ചിന്തിക്കില്ല. ചിലവർക്ക് ചിന്തിക്കെങ്കിലും ഇപ്പം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് മനസ്സിനോട് പറയും. അത് വേണ്ട, ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. Man, it's bad, so bad. പക്ഷെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടിട്ടില്ല ആരും ഇടുന്ന. ന്യൂസിലാണെങ്കിലും അഫ്കോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ബാക്കി എനിക്ക് മോശം എന്നോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നോ അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇസ് ദാറ്റ് ബൈ? ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇത് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് വരുന്നില്ല. കാരണം കേരളത്തിലടക്കം പണ്ട് പാകിസ്ഥാൻ ഏതോ ക്രിക്കറ്റ് കളിയിൽ ജയിച്ചപ്പോൾ പടക്കം പൊട്ടിച്ചെന്ന് പറഞ്ഞ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ചിലവർ ഇതിങ്ങനെയല്ല, എന്തോ സംതിങ് ഉണ്ട്, ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരാൾ പറയുകയാണെങ്കിൽ, ഓഹോ നിൻ്റെ കൂട്ടരാണല്ലോ നിനക്ക് എങ്ങനെ പറയാം എന്ന് പറഞ്ഞ് വേറെ തരത്തിൽ ഇത് പോവും. ബട്ട് ഫോർ മീ ഇറ്റ്സ് ഡിഫറെൻറ്റ്. റിലീജിയൻ്റെ അടുത്ത് ഞാൻ എല്ലാം ഇങ്ങനെയാണ്. എൻ്റെ റിലീജിയൻ ആണെങ്കിലും എൻ്റെ പൊളിറ്റിക് ബിലീഫ്സ് ആണെങ്കിലും എല്ലാം ഞാൻ, നിങ്ങൾക്കറിയില്ല എൻ്റെ ഇത് ഏതാണ് എൻ്റെ ഇത് ഞാൻ എങ്ങനെയാണെന്ന്. സോ എനിക്കിത് പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം എനിക്ക് പറയണത്, കാരണം ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഐ വാണ്ട് പുട്ട് ഇറ്റ് ഔട്ട് മാൻ, സീരിയസ്ലി. something man, some games is there. കാരണം എൻ്റെ മനസ്സത് മായുന്നില്ല. if they want to attack asking മതം ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ പാൻറ് ഊരിതാക്കുന്ന, അത്രയ്ക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് ഇവൻ്റെ ഇന്ത്യക്കാരൻ്റെ പാൻറ് ഊരി കൺഫേം ആക്കി മുസ്ലിം ആണോ നോക്കി അവൻ മതം ചോദിച്ചു, നമ്മുടെ ഒരാളെ കൊന്നു. അഫ്കോഴ്സ് ദാറ്റ് ഈസ് ബാഡ്, ചെയ്ത് ബാഡ്. പക്ഷെ അത്ര നമ്മളിങ്ങനെ അകത്ത് കയറ്റി ബും 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 ഇങ്ങനെ അകത്ത് കയറ്റി വെച്ചു. നമ്മൾ വേറെ അതിനപ്പുറം എന്താണ് ചിന്തിക്കുന്നില്ല. വായ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബാക്കി ഭാരതത്തിലുള്ള പ്രശ്നം മാൻ സീരിയസ്ലി. കാരണം ഇതെനിക്ക് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും മനസ്സിലാക്കി തരണമെന്നൊന്നും എനിക്കില്ല, മനസ്സിലാക്കി തരണമെന്ന് എനിക്കില്ല. ഇത് സ്വയം നിങ്ങളിപ്പോൾ ഇതിനെ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ, ഈ 19 പേരിൽ ചിന്തിക്കാത്തവർ നിങ്ങൾക്ക് ചിന്തിച്ചിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, നമുക്ക് അറിവ് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ, ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് നീ പുതിയ സംതിങ് വരുന്നുള്ളൂ. അങ്ങനെ ഞാൻ പറയുന്നതാണ്. എനിക്കിതിലൊരു ലാഭമില്ല. നഷ്ടം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇട്ടെന്നൊക്കെ പറഞ്ഞ്. നഷ്ടം ഉണ്ടാവുമായിരിക്കും എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട്. ദാറ്റ്സ് ഓൾ. സംസാരിച്ചു അല്ലെങ്കിൽ നെഗറ്റീവ്, ഐ ഡോണ്ട് നോ മേ ബി
It's sad actually. Think. കുറച്ച് സമയം ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചെങ്ങായിമാരുടെ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. എല്ലാവരോടും ബാക്കിയുള്ള ഇപ്പം ഓക്കെ അവരുടെ ഇത് തന്നെ എടുക്കാം. മുസ്ലിം ആണെങ്കിൽ ഞാനിങ്ങനെ ഇപ്പം അവരിങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ബാക്കി ഭാരതത്തിലുള്ള മുസ്ലിംസിനെ അത് നെഗറ്റീവായി ബാധിക്കുമെന്ന് 100% അറിഞ്ഞിട്ടും അവർ മതം മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അപ്പൊ അങ്ങനെ എന്നിട്ടും അങ്ങനെ ചെയ്തെങ്കിൽ ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെ പറയണുണ്ട്, പക്ഷെ അത് just think please.